ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളേ. അപ്പൊ നമുക്ക് നേരെ വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്ന് നാളെയും വരുന്ന വിശേഷമല്ല കേട്ടോ. ഇന്നത്തെ വിശേഷവും നാളെ വരാനിരിക്കുന്ന വിശേഷവും നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇത് അപ്കമിങ് വിശേഷങ്ങളാണ്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ പറഞ്ഞു നിർത്തിയ ആ ഒരു ഭാഗത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിന്റെ അവിടെ മുതൽ നമുക്കങ്ങ് തുടങ്ങാം. അപ്പൊ നമ്മുടെ നന്ദു ആണെങ്കിൽ ജാനകിനെ രക്ഷിച്ചിരിക്കുകയാണ്. ഒരു ഗാർഹിക പീഡനത്തിനുള്ള പരാതിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. രേവതി ഏതായാലും രേവതിയുടെ ഈ ഒരു ചെറിയ കള്ളക്കളി എന്ന് പറയുന്നത് വേറെ ഒന്നിനും അല്ലായിരുന്നു. അനന്തപുരി തറവാട്ടിലെ അവരെയൊക്കെ ഒന്ന് നാണം കെടുത്തണം. അതുമാത്രമല്ല, രേവതിയോടും വേണുവിനോടും അനാമികയോടൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടാകണം. ഇനി തന്റെ മകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഓർത്താണ് ഇവർ ചെയ്യുന്നത്. ഇവർ വലിയ പൊട്ടത്തരം തന്നെയാണ് ചെയ്തു വെക്കുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ആൾക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരിക്കലും മായുവോ മറക്കുവോ? ആരും മറക്കില്ല. നമ്മുടെ അനാമികയോടുള്ള ദേഷ്യം കൂടുകയല്ലേ ഉള്ളൂ. ഇതൊന്നും അറിയാതെ വീണ്ടും ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്ത് ഓരോന്ന് ചെയ്തു കൂട്ടി എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും അതിലുണ്ടാകുന്നില്ല. പക്ഷെ നമ്മുടെ അനാമികയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അനന്തപുരി തറവാട്ടിലെ ആ ഒരു വലിയൊരു കിരീടമുണ്ട്. ആ ഒരു കിരീടം അങ്ങനെ ഈ രാജാക്കന്മാർക്കൊക്കെയാണല്ലോ കിരീടമൊക്കെ ഉള്ളത്. അപ്പൊ ഇവർ പണ്ടു മുതൽ അങ്ങാണ്ട് തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വന്ന രത്നത്തിന്റെ കല്ലുകൾ പതിപ്പിച്ച ഒരു കിരീടം അങ്ങാണ്ടുണ്ട്. അപ്പൊ അത് നിലവറയ്ക്കകത്താണ്. അപ്പൊ അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ ദേവയാനി ജാനകിയൊക്കെ അങ്ങാണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വേറെ ആരും ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് കൂട്ടികളുടെ മുതലാണ് എന്നൊക്കെ അറിയാം അനാമികയ്ക്ക്. പക്ഷെ ആ ഒരു കിരീടം ഇതുവരെ വേറെയും ആരെയും കാണിച്ചിട്ടില്ല. അപ്പൊ ഒത്തിരി വർഷങ്ങളായിട്ട് നിലവറയ്ക്കകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസം വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു കിരീടം എടുക്കാറുള്ളൂ. അപ്പൊ ആ ഒരു കിരീടം അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നാണ് നമ്മുടെ അനാമികയുടെ അടുത്ത ലക്ഷ്യം. അത് കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ തനിക്ക് വേറെ ഒന്നും വേണ്ട, അനിയുടെ ഭാര്യ എന്ന സ്ഥാനമൊന്നും വേണ്ട. അപ്പൊ അതുവരെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങിക്കിടന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ അനാമിക അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നന്ദുവിന്റെ നിരപരാധിത്വമല്ല, നന്ദു നല്ലവളാണെന്ന് ജാനകിക്ക് മനസ്സിലായി. ജാനകിക്ക് അനാമികയോട് ദേഷ്യമായി. അതുപോലെ തന്നെ നമ്മുടെ ദേവയാനി ആണെങ്കിൽ അനാമികയ്ക്ക് ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്തു. നിന്റെ തള്ളേനെ ഏതായാലും എനിക്ക് അടിക്കാൻ പറ്റില്ല, അപ്പൊ നിന്നെ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി മേലാലെ നിന്റെ തള്ളേനെ തന്നെ ഈ വീട്ടിലേക്ക് കയറ്റി പോകരുത്. ഇതുവരെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികയെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നയനയോട് സ്നേഹമുണ്ട് എന്നറിയില്ല കേട്ടോ. അനാമികയ്ക്ക് നയനയോട് നമ്മുടെ ദേവയാനിക്ക് സ്നേഹമുണ്ട്. അവരൊന്നിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഇത് ഒരു പ്രശ്നമായി തീർന്നു ഈ ഒരു കേസിന്റെ. അത് മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു പ്രത്യേക തീരുമാനമൊക്കെ എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കുടുംബം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഇവരുടെ ഒരു കുടുംബ വാർഷികമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാർഷിക ദിവസത്തിന്റെ അന്നാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു കിരീടം അടുത്ത ആൾക്ക് കൈമാറുന്നത്. അപ്പം അടുത്ത ആൾക്ക് ഇത് കൈമാറണം. അപ്പം ആ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ സാധാരണ കുടുംബത്തിലെ അനിയന്മാർക്കാണല്ലോ കുടുംബ സ്വത്തും വീടും ഒക്കെ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പാരമ്പര്യമായിട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ഇളയ സന്താനം എന്ന് പറയുന്നത് നമ്മുടെ അനി തന്നെയാണ്. അപ്പൊ അനിക്കാണ് ആ കുടുംബത്തിന്റെ ഇതൊരു കിട്ടുന്നത് എന്നൊരു വിചാരമുണ്ട് അനാമികയ്ക്ക്. വിചാരമല്ല, അങ്ങനെയാണ് ഇവര് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനിക്ക് വേണ്ടിയാണ് ആ ഒരു കിരീടം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ കുടുംബത്തിലെ ഇളയ മകനാണ് ആ ഒരു കിരീടം വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ആ ഒരു രീതി. അപ്പൊ ഇതൊക്കെ കിട്ടുമെന്നോർത്ത് ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ഇത് കൈമാറിയില്ലെങ്കിൽ ഇനിയിപ്പം നമ്മുടെ മുത്തച്ഛൻ ഇത്രയൊക്കെ പ്രായമായല്ലോ. അപ്പൊ അതിനി പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. മുത്തച്ഛൻ 60 വയസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പം 70ാമത്തെ വയസ്സിലേക്കൊക്കെ കണ്ടൊക്കെ എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനമെടുത്തു. തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് മുത്തച്ഛൻ വന്നായിരുന്നു. ഇടയ്ക്കൊന്ന് തീർത്ഥാടനത്തിനൊക്കെ ഇവർ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തച്ഛൻ വന്നു. അപ്പൊ അവിടെ തീർത്ഥാടനത്തിനെങ്ങാണ്ട് അവിടെ വെച്ചൊരു ജ്യോത്സ്യം പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബ സ്വത്തുകൾ ഇങ്ങനെ കൈമാറേണ്ടവർക്ക് കൈമാറിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതും പെട്ടെന്ന് ഒതുക്കി തീർക്കണം. കുടുംബ സ്വത്തുക്കളൊക്കെ കൈമാറേണ്ടവർക്ക് തന്നെ കൈമാറി കൊടുക്കണം. അതാണ് നിങ്ങളുടെ കുടുംബത്തിന് നല്ലത് എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണല്ലോ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ തീർത്ഥാടനത്തിന് പോയത്. അവർ വന്നിട്ട്
ഏതായാലും ഇനിയിപ്പം ഈ പാരമ്പര്യ സ്വത്തൊക്കെ കൈമാറി ആർക്ക് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഇവർക്ക് ഇനി അടുത്ത ട്രിപ്പ് തീർത്ഥാടനത്തിന് പോകാൻ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം മുത്തശ്ശി എടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ഈ തീരുമാനം വിളിച്ച് നമ്മുടെ ദേവയാനിയാണ് അവിടുത്തെ മൂത്ത മരുമകൾ. അപ്പം മൂത്ത മരുമകളോടും മൂത്ത മകനോടും പറയുകയാണ്, അതായത് ദേവയാനിയോടും ജയനോടും പറയുകയാണ്. ഇത് അനാമിക മാറി നിന്ന് കേൾക്കാണ് കേട്ടോ. അപ്പൊ അനാമികയ്ക്ക് അത് കേട്ടപ്പോൾ മുതൽ അനാമികയ്ക്ക് സമാധാനമില്ല. ആ കിരീടം ഒന്ന് കാണണം, ആ കിരീടത്തിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊന്ന് അറിയണം, അതിന് മാർക്കറ്റിൽ എത്ര വില കിട്ടുന്നൊന്ന് അറിയണം. അപ്പൊ അതിന്റെ ആ ഒരു വലിയൊരു ഇതിലാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനിക്കാണത് കിട്ടുന്നത് എന്ന് അവര് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത് കേട്ടതും പിന്നെ സമാധാനം ഉണ്ടോ? അയ്യോ, പിന്നെ നമ്മുടെ അനാമികയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അനാമിക വലിയ ആള് കളിച്ചിങ്ങനെ നടക്കാണ്, അത് കിട്ടൂല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ അവിടെ മൊത്തം ഒന്ന് ചർച്ചയായിട്ടോ, ഇങ്ങനെ വീതം വെക്കാൻ പോവുകയാണ്. ആ കിരീടത്തിന്റെ അവകാശിക്ക് തന്നെ അത് കൊടുക്കുകയും വേണം, ഇനി അടുത്ത ഒരു അവകാശിക്ക് അത് കൊടുക്കുകയും വേണം. അതുകൊണ്ട് വീതം വെക്കാൻ പോവുകയാണ്. വീതമല്ല കേട്ടോ, വീതം വെക്കാന്നല്ല പറയുന്നത്, അവനവന് കൊടുക്കേണ്ടത് അവനവന് കൊടുക്കുക. വീതം വെക്കാന്ന് ഒരു തരത്തിൽ പറയും, പക്ഷെ ഇവര് വീതം വെക്കാന്നല്ല പറയുന്നത്. പരമ്പരാഗതമായി കൈമാറി വരുന്ന സ്വത്തുക്കൾ ഇങ്ങനെ കൈമാറുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് വീതം വെപ്പ് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നയനിയും നവ്യയും ഒക്കെ ഇത് അറിഞ്ഞു. അങ്ങനെ നയനിയും നവ്യയും ഒക്കെ അറിഞ്ഞത് അനിക്ക് തന്നെയാണ് ഇത് സംഭവം കൊടുക്കുന്നത്. അപ്പൊ അനിക്ക് വേണ്ടിയുള്ളൊരു മുതൽ തന്നെയാണ്, അനിയാണ് ഇനി ആ ഒരു കിരീടം ഏറ്റുവാങ്ങേണ്ടത് എന്നാണ് ഇവരൊക്കെ അറിഞ്ഞപ്പം. അനാമിക നിലത്തൊന്നുമല്ല, അനാമിക ആണെങ്കിൽ നവ്യയുടെ അടുത്ത് ചെന്ന് അഹങ്കരിച്ച് പറയുന്നുണ്ട്, എടി നീയൊക്കെ ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? അല്ല, നിന്റെ അനിയത്തി കുറെ സമ്പാദിച്ച്, നിന്റെ അനിയത്തി കുറെ കോടിക്കണക്കിന് സ്വത്തൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അവള് വലിയ ഡിസൈനറാണ്, അവള് വലിയ ആനയാണ്, ചേനയാണ്, മറ്റതാണ് മറിച്ചതൊക്കെയാണ്. എന്തൊക്കെയാണെങ്കിലും ദേ ആ കിരീടം എൻ്റെ ഭർത്താവിനുള്ളതല്ലേടി. പിന്നെ നിന്റെ ഭർത്താവിന്റെ കാര്യം പറയണ്ട. ഇവിടെ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും ഔദാര്യമായിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാം, അല്ലാതെ ഈ കുടുംബത്തിലെ രക്തത്തിലുള്ളതൊന്നും അല്ലല്ലോ നിന്റെ ഭർത്താവ് എന്നും പറഞ്ഞിങ്ങനെ കളിയാക്കാണ്. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അല്ലടി, ഈ കുടുംബത്തിലെ രക്തത്തിലുള്ളതൊന്നും അല്ല എൻ്റെ ഭർത്താവ്, എനിക്കതിന് യാതൊരു കുഴപ്പവും ഇല്ല. എൻ്റെ ഭർത്താവിനോട് ഈ പറയുന്ന സ്നേഹമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഈ പറയുന്ന സ്നേഹമൊന്നുമില്ല. അത് മാത്രമല്ല, എൻ്റെ അനിയത്തി വേണ്ടുവോളം സമ്പാദിക്കുന്നുണ്ട്. നിനക്കറിയാലോ, എൻ്റെ അനിയത്തി സമ്പാദിക്കുന്നത് ഒരിക്കലും ആദർശേട്ടൻ്റെ അക്കൗണ്ടിലേക്കല്ല ഇടുന്നത്, അത് എൻ്റെ അനിയത്തിയുടെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്. എൻ്റെ അനിയത്തി ഇപ്പൊ സമ്പാദിച്ചത് എത്രയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ക് നോക്കാൻ പറ്റില്ല. അത്രയധികം സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാടി എനിക്ക് വേറെ സ്വത്തും ഇതൊക്കെ സ്വത്ത് വകകള്? എൻ്റെ അനിയത്തി സമ്പാദിക്കുന്നതും എനിക്കുള്ളത് തന്നെയാടി. പിന്നെ എൻ്റെ അനിയത്തിനെ എന്നെ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ പലരും പല കളികളും കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ തെറ്റത്തൊന്നുമില്ല. കാരണം എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു എൻ്റെ അനിയത്തിയെക്കുറിച്ച്. ഞാൻ അവളെ ഒരുപാട് വെറുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ സ്നേഹിക്കുവാണല്ലോ, എന്നെ എന്താ എല്ലാവരും മൈൻഡ് ചെയ്യാത്തത് എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയത് അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ആരും ഞാൻ അവിശ്വസിച്ചാലും എൻ്റെ നയനമോളെ ഞാൻ അവിശ്വസിക്കില്ല. കാരണം അവള് എൻ്റെ അനിയത്തിയല്ലടി, എൻ്റെ ചേച്ചിയാ, എൻ്റെ അമ്മയാ, എന്നെ പല സാഹചര്യത്തിൽ നിന്നും രക്ഷിച്ചതാ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൂടപ്പിറപ്പുകളോടോ അച്ഛനോടോ അമ്മയോടോ ഒന്നും സ്നേഹമില്ലാത്ത നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊക്കെ പൈസ പൈസ പൈസ, ആർത്തി, അത്യാർത്തി, ഇതല്ലാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഈ കിരീടം, ആ കിരീടം എനിക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ ആ കിരീടം മനസ്സിൽ വെച്ചോണ്ട് നടക്കുമൊന്നും വേണ്ട നീ. അത് എനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അത് വീണ്ടും നിലവറയിലേക്ക് തന്നെയാണ് പോകുന്നത്. പേരിന് അത് എനിക്ക് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ അനി അതെടുത്ത് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പോകുന്നില്ല. പിന്നെ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കതെടുത്ത് മറിച്ച് വിൽക്കാനും നിന്റെ അച്ഛൻ വേണുവിന്റെ കയ്യിലും രേവതിയുടെ കയ്യിലൊക്കെ കൊണ്ടു കൊടുക്കാനും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെച്ചേനേ മോളെ. വേറെ എല്ലാം ചെയ്യുന്ന പോലെ അല്ല നീ ആ കിരീടത്തിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാല് ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവാണ്. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനാമിക കാണിച്ചു തരാടി എല്ലാത്തിനെയും, ഞാൻ ഇത്രയൊക്കെ എനിക്ക് ചെയ്തു കൂട്ടാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൂട്ടാനായിട്ട് സാധിക്കും. ആ കിരീടം എടുത്തിട്ട് ഞാനിവിടെ നിന്നാലല്ലേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ പൂട്ടത്തുള്ളൂ. പിന്നെ കേസിനൊന്നും പോകാൻ പോകുന്നില്ല. കേസിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരീടം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും കേസിന് പോകാൻ പറ്റുമോ? അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ആ കിരീടം മ്യൂസിയത്തിൽ കൊണ്ടുവരെ വെക്കുകയും ചെയ്യും. അനന്തപുരി തറവാട്ടിന്റെ ഈ ഒരു പ്രസക്തിയും പ്രതാപമൊക്കെ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവരാരും കേസും കൊടുക്കാൻ പോകുന്നില്ല. അപ്പം ഈ ഇങ്ങനെ വരുന്ന ഈ പരമ്പരാഗതമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിയം അതായത് സർക്കാർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് കേസിനൊന്നും പോകില്ല എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട് നമ്മുടെ അനാമികയ്ക്ക്.
അതിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ അനാമിക. ഈ സമയത്താണ് ആ ഒരു കുടുംബയോഗം വരുന്നതും ആ കുടുംബയോഗത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ നിലവറയുടെ താക്കോല് ഇപ്പം കയ്യിലുള്ളത് നമ്മുടെ വസന്തരയും മുത്തച്ഛൻ്റെയും കയ്യിലാണ് ആ ഒരു നിലവറയുടെ താക്കോല് കയ്യിലുള്ളത്. ഈ താക്കോല് കൈമാറാൻ പോവുകയാണ്. അപ്പൊ ഈ താക്കോല് കൈമാറുന്നത് വേറെ ആർക്കും അല്ല, നമ്മുടെ അനിക്ക് തന്നെയാണ് ഈ താക്കോല് കൈമാറുന്നത് എന്ന് മുത്തച്ഛനും മുത്തച്ഛയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അനിയനെ വിളിക്കുന്നു. അപ്പൊ അനിയെ വിളിച്ച് അവരൊരു ചെറിയൊരു എന്താ പറയുക, ഈ രാജാക്കന്മാരുടെ പോലത്തെ ചെറിയൊരു മറ്റേ ഇരിക്കാനുള്ള ഒരു വലിയ ഈ രാജകീയമായ കസേരയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ആ ഒരു റൂമില്. അപ്പം അവിടെ നമ്മുടെ അനിയനെ കൊണ്ടിരുത്തി ഈ കിരീടം തലയിൽ വെച്ച് കൊടുക്കുക എന്നൊക്കെ ഒരു ചടങ്ങുകളുണ്ട്. അപ്പൊ അതിന് നമ്മുടെ അനി തയ്യാറാവുകയാണ്, കടന്നു വരികയാണ്. ഏതായാലും അവിടെയാണ് വൺ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ അനി കടന്നു വരുന്നു. അനി കടന്നു വന്ന ഉടനെ തന്നെ അനിയുടെ തലയിലേക്ക് കിരീടം ചാർത്താനായിട്ട് ആദർശിനെയും അതുപോലെ തന്നെ നമ്മുടെ അഭിനെയും ഒക്കെ വിളിക്കുകയാണ്. അപ്പൊ വിളിച്ച് കിരീടം ഇവര് തലയിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ അനി പറയുന്നത് നിർത്ത് എന്ന് പറയുകയാണ്. വേണ്ട, എനിക്കൊരിക്കലും ഈ കിരീടം വേണ്ട, ഇത് അണിയാൻ ഞാൻ അർഹനല്ല എന്നിങ്ങനെ അനി പറയുക. അപ്പൊ പെട്ടെന്ന് എല്ലാവരും പേടിച്ചു പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പേടിച്ചു പോകുന്നു, ഇതെന്താ അനി പറയുന്നതെന്നൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് അനി പറഞ്ഞു, ഇതൊരിക്കലും എനിക്ക് അർഹതപ്പെട്ടതല്ല ഈ കിരീടം എന്ന് പറയുന്നത്. ഈ കിരീടത്തിന്റെ അവകാശി ഇപ്പം വേറെ ആരുമല്ല, നയനയും ആദർശേട്ടനും തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു താക്കോല്, ഈ നിലവറയുടെ താക്കോല് കാത്ത് സൂക്ഷിക്കേണ്ടത് അത് നയനയിടത്തെയാണ്. അപ്പം നമ്മുടെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഈ ഒരു രീതി ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ നയനയിടത്തേക്കും ആദർശേട്ടനും ഇത് കൈമാറണമെന്ന് പറഞ്ഞ് നമ്മുടെ അനി അത് കൊടുക്കുകയാണ് കേട്ടോ. അത് മേടിക്കാൻ വില്ലിങ് ആകുന്നില്ല നമ്മുടെ അനിയ. അനാമികയ്ക്ക് വരുന്ന ദേഷ്യം പിന്നെ പറയാനുണ്ടോ? ഒത്തിരി ആഗ്രഹിച്ചിരുന്നതല്ലേ നമ്മുടെ അനാമിക. അപ്പം ആദർശ് ആദ്യം പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട, ആ തീരുമാനം ശരിയല്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, അനിക്ക് അതാണ് ആഗ്രഹമെങ്കിൽ, അവന് അതാണ് സന്തോഷമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അത് തയ്യാറായില്ലെങ്കിൽ ഇത് നയനയും ആദർശം കൂടെ ഏറ്റുവാങ്ങുക എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ആകെപ്പാടെ പിടിബലമായിട്ട് നിന്ന ആ ഒരു രത്നം പതിപ്പിച്ച ആ ഒരു കിരീടം കാണുക എന്നുള്ളതല്ലാതെ, തൊട്ടടുത്ത് നിന്ന് കൊതിക്കുക എന്നുള്ളതല്ലാതെ അതിലൊന്ന് സ്പർശിക്കാൻ പോലും നമ്മുടെ അനാമികയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ദേവയാനി വളരെ സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഇത് നോക്കി കാണുന്നത്. തൻ്റെ മരുമകളും തൻ്റെ മകനും കൂടി ചേർന്ന് ആ കിരീടം നിലവറയിലേക്ക് കൊണ്ടുപോവുകയും അതിനോടൊപ്പം നിലവറയുടെ താക്കോൽ ഇനി നമ്മുടെ നയനയുടെ കയ്യിൽ ഇരിക്കുകയും, ഏതായാലും ഈ നിലവറയുടെ താക്കോലൊക്കെ ഇനി ആ അടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് നാളെ ഉച്ചയ്ക്ക് കാണാം. അതുവരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ, മറക്കരുത്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.